وَإِذْ غَدَوْتَ مِنْ أَهْلِكَ تُبَوِّئُ الْمُؤْمِنِينَ مَقَاعِدَ لِلْقِتَالِ وَاللَّهُ سَمِيعٌ عَلِيمٌ. പ്രവാചകൻ ആ സന്ദർഭം മുസ്ലിങ്ങളെ ഒന്ന് അനുസ്മരിപ്പിക്കുക. നീ സ്വകുടുംബത്തിൽ നിന്ന് പുലർക്കാലത്ത് ഇറങ്ങിത്തിരിക്കുകയും വിശ്വാസികളെ യുദ്ധത്തിനായി ഉഹുദ് മൈതാനത്ത് അവരവരുടെ സ്ഥാനങ്ങളിൽ നിയോഗിക്കുകയും ചെയ്ത സന്ദർഭം. അല്ലാഹു സകലതും കേൾക്കുന്നവനും സമ്പൂർണമായ അറിവുള്ളവനുമല്ലോ. ഇവിടം മുതൽ 4-ാം പ്രഭാഷണം ആരംഭിക്കുകയായി. ഉഹ്ദ് യുദ്ധത്തിനു ശേഷം അവതരിച്ചതാണിത്. ഉഹ്ദ് യുദ്ധം ഇതിൽ നിരൂപണം ചെയ്യപ്പെട്ടിരിക്കുന്നു. മുൻ പ്രഭാഷണത്തിന്റെ അവസാനം ക്ഷമയോടെ ദൈവഭക്തിയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രതിയോഗികളുടെ കുതന്ത്രങ്ങളൊന്നും നിങ്ങൾക്ക് ഏശുന്നതല്ല എന്ന് അരുളിയിരുന്നുവല്ലോ. ഉഹ്ദിൽ മുസ്ലിങ്ങളുടെ പരാജയത്തിന് കാരണം സഹനത്തിന്റെ കുറവും സൂക്ഷ്മതയില്ലാതെ സ്വീകരിച്ച അബദ്ധ നയങ്ങളുമാണ്. അതിനാൽ ആ ദൗർബല്യങ്ങളെപ്പറ്റി ഉണർത്തിക്കൊണ്ടുള്ള ഈ പ്രഭാഷണം അതിനോടനുബന്ധിച്ചു ചേർത്തതാണ്. ഉഹ്ദ് യുദ്ധത്തിലെ പ്രധാന സംഭവങ്ങൾ ഓരോന്നായി നിരത്തിവെച്ച് അളന്ന് മുറിച്ച വാചകങ്ങളിൽ അത്യന്തം പഠനാർഹമായ നിരൂപണം നടത്തുകയാണിവിടെ. ഇത് മനസ്സിലാക്കാൻ സംഭവ പശ്ചാത്തലം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഹിജ്റ 3 ശവ്വാൽ മാസാരംഭത്തിൽ ഏതാണ്ട് 3000 ഭടന്മാരോടുകൂടി ഖുറൈശികൾ മദീന നഗരത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടു. എണ്ണം കൊണ്ട് മാത്രമല്ല, പടക്കോപ്പുകൾ കൊണ്ടും മുസ്ലിങ്ങളെക്കാൾ എത്രയോ വമ്പിച്ച ശക്തിയായിരുന്നു ശത്രുക്കൾ. ബദർ യുദ്ധത്തിൽ നേരിട്ട പരാജയത്തിന് പകരം വീട്ടാനുള്ള വികാരാവേശം ഖുറൈശികളുടെ ഹൃദയത്തിൽ കത്തിജ്വലിച്ചിരുന്നു. മദീന വിട്ടു പുറത്തു പോകാതെ നഗരത്തിനകത്തുവെച്ച് ശത്രുക്കളെ ചെറുക്കുകയാണ് നല്ലതെന്നായിരുന്നു നബിയുടെയും പരിചയസമ്പന്നരായ സ്വഹാബത്തിന്റെയും അഭിപ്രായം. പക്ഷേ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവരും രക്തസാക്ഷികളാവാൻ വെമ്പൽ കൊള്ളുന്നവരുമായ യുവ സ്വഹാബികൾ നഗരത്തിൽ നിന്ന് പുറത്തു ചെന്ന് ശത്രുക്കളെ നേരിടണമെന്ന് ശാഠ്യം പിടിച്ചു. ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ ചെയ്യാൻ തന്നെ അവസാനം തിരുമേനി തീരുമാനിക്കുകയും ചെയ്തു. യുദ്ധത്തിനായി പുറപ്പെട്ടപ്പോൾ 1000 ഭടന്മാർ തിരുമേനിയോടൊന്നിച്ചുണ്ടായിരുന്നു. എന്നാൽ ശൗത്ത് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉബയ്യും 300 പേരും മുസ്ലിം സൈന്യത്തെ വിട്ടുപോയി. നിർണായക ഘട്ടത്തിലുണ്ടായ ഈ സംഭവം മുസ്ലിങ്ങൾക്കിടയിൽ വലിയ അമ്പരപ്പ് സൃഷ്ടിച്ചു. ബനു സൽമയിലെയും ബനു ഹാരിസയിലെയും ആളുകൾ മനസ്സിടിഞ്ഞ് തിരിച്ചു പോകാൻ മുതിരുക പോലും ചെയ്തു. എങ്കിലും ദൃഢചിത്തരായ സ്വഹാബികളുടെ പരിശ്രമ ഫലമായി ഈ അസ്വാസ്ഥ്യം തൽക്കാലം അവസാനിച്ചു. അവശേഷിച്ച 700 ഭടന്മാരുമായി തിരുമേനി ഉഹുദ് മലയുടെ അടിവാരത്തിലേക്ക് ഗമിച്ചു. മദീനയിൽ നിന്ന് ഉദ്ദേശം 4 മൈൽ അകലെയാണ് ഉഹുദ് സ്ഥിതി ചെയ്യുന്നത്. മല തങ്ങളുടെ പിൻഭാഗത്തും ശത്രു സൈന്യം മുൻഭാഗത്തുമായിക്കൊണ്ട് തിരുമേനി മുസ്ലിം സൈന്യത്തെ അണിനിരത്തി. ശത്രുക്കൾക്ക് പെട്ടെന്നാക്രമിക്കാൻ പറ്റുന്ന ഒരു മലമ്പാതയുണ്ടായിരുന്നു മലയുടെ ചെരുവിൽ. അവിടെ അബ്ദുല്ലാഹിബ്നു ജുബൈറിന്റെ നായകത്വത്തിൽ തിരുമേനി 50 വില്ലാളികളെ കാവൽ നിർത്തി. ശത്രുക്കൾ ആരെയും ഞങ്ങളെ സമീപിക്കാൻ അനുവദിക്കരുത്. ഞങ്ങളുടെ മാംസത്തുണ്ടുകൾ പക്ഷികൾ കൊത്തിപ്പറിക്കുന്നത് കാണുകയാണെങ്കിൽ പോലും കൽപ്പന കൂടാതെ സ്ഥലം വിടുകയും അരുത്. തിരുമേനി നിർദ്ദേശം കൊടുത്തു. യുദ്ധം ആരംഭിച്ചു. തുടക്കത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗമാണ് മികച്ചു നിന്നിരുന്നത്. മറുപക്ഷത്ത് ഭയവും വിഭ്രാന്തിയും വ്യാപിച്ചു. എന്നാൽ ഈ പ്രാരംഭ വിജയത്തെ പൂർണ്ണ വിജയത്തിലെത്തിക്കുന്നതിന് മുമ്പായി മുസ്ലിങ്ങളിൽ ചിലർ ധനക്കൊതിക്കടിപ്പെട്ട് യുദ്ധം മുതൽ ശേഖരിക്കാൻ ഒരുമ്പെട്ടു. ശത്രുഭടന്മാർ തിരിച്ചോടുന്നതും മുസ്ലിം പട്ടാളക്കാർ ധനം പിടിച്ചടക്കുന്നതും കണ്ടപ്പോൾ മലമ്പാതയിൽ കാവൽ നിന്നിരുന്ന വില്ലാളികളുടെ മനസ്സും ഇളകി. ചുരുക്കം വ്യക്തികളും അബ്ദുല്ലാഹിബ്നു ജുബൈറും ഒഴിച്ച് മറ്റെല്ലാ വില്ലാളികളും യുദ്ധം മുതൽ വാരിക്കൂട്ടാൻ പടക്കളത്തിലേക്ക് ഓടി. മലമ്പാത ശൂന്യമായി കണ്ടപ്പോൾ ഖുറൈശി സൈന്യത്തിന്റെ പ്രധാനികളിൽ ഒരാളായിരുന്ന ഖാലിദ് ബിൻ വലീദ് തന്റെ സൈന്യവ്യൂഹത്തെ അങ്ങോട്ട് നയിച്ചു. മലയെ ചുറ്റിക്കൊണ്ട് അവർ അവിടെയെത്തി. പെട്ടെന്ന് മുസ്ലിങ്ങളെ പിന്നിൽ നിന്നാക്രമിച്ചു. ഇവരുടെ ആക്രമണത്തെ തടയാനുള്ള അബ്ദുല്ലാഹിബ്നു ജുബൈറിന്റെയും വിരലിലെണ്ണാവുന്ന കൂട്ടുകാരുടെയും ശ്രമം വിഫലമാവുകയാണുണ്ടായത്. ഒരു വശത്ത് ഖാലിദിന്റെ സൈന്യം മുസ്ലിങ്ങളെ ആക്രമിച്ചപ്പോൾ മറുവശത്ത് ഓടിപ്പോയ ശത്രുഭടന്മാർ തിരികെ വന്ന് ആക്രമണം തുടങ്ങി. അവരുടെ അണി ചിന്നിച്ചിതറി. എന്തിനധികം വലിയൊരു വിഭാഗം അണിവിട്ട് ഓടിപ്പോവുക പോലും ചെയ്തു. ധീരാത്മാക്കളായ ഏതാനും ഭടന്മാർ മാത്രമാണ് പോർക്കളത്തിൽ ഉറച്ചുനിന്ന് ശത്രുക്കളെ നേരിട്ടത്. പോരാത്തതിന് മറ്റൊരാപത്തും അവരെ പിടികൂടി.
തിരുമേനി രക്തസാക്ഷിയായി എന്ന് കിംവദന്തി പരന്നു. അത് സ്വഹാബത്തിന്റെ അവശേഷിച്ച മനോവീര്യവും നഷ്ടപ്പെടുത്തിക്കളഞ്ഞു. അവർ വശം കെട്ടിരുന്നു പോയി. തിരുമേനിയുടെ ചുറ്റും 10-12 ആത്മത്യാഗികളെ ഉണ്ടായിരുന്നുള്ളൂ. അവർ ധീരം പൊരുതി. എന്നിട്ടും തിരുമേനിക്ക് പരിക്കുപറ്റി. മുസ്ലിങ്ങളുടെ പരാജയം പൂർണ്ണതയിലെത്തിക്കുന്നതിൽ ശത്രുക്കൾക്ക് ഒരു തടസ്സവുമില്ലായിരുന്നു. എന്നാൽ നബി തിരുമേനി ജീവിച്ചിരിപ്പുണ്ടെന്ന് മുസ്ലിങ്ങൾക്ക് എങ്ങനെയോ അറിവ് ലഭിച്ചു. അതോടെ നഷ്ടപ്പെട്ട മനോവീര്യം അവർക്ക് വീണ്ടുകിട്ടി. തിരുമേനിക്ക് ചുറ്റും അവർ പെട്ടെന്ന് വന്നു ചേർന്നു. അനുചരന്മാരുടെ അകമ്പടിയിൽ അവിടുന്ന് ഒരു ഉയർന്ന കുന്നിലേക്ക് ആനയിക്കപ്പെട്ടു. തദവസരത്തിൽ ശത്രുസേനയെ പുറകോട്ടടിപ്പിച്ച സംഗതി എന്തായിരുന്നു എന്നത് ചരിത്രത്തിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അണിനിരന്ന് വ്യവസ്ഥാപിതമായി യുദ്ധം തുടരുക അസാധ്യമായിരുന്നു. എന്നിട്ടും ശത്രുക്കൾ തങ്ങളുടെ വിജയത്തെ പരിപൂർണതയിലെത്തിക്കാതെ രംഗം വിട്ടോടുകയാണുണ്ടായത്. إذ هم الطائفتان منكم أن تفشلا والله وليهما وعلى الله فليتوكل المؤمنون. നിങ്ങളിൽ 2 കൂട്ടർ ഭീരുത്വം കാണിക്കാൻ തുനിഞ്ഞതോർക്കുക. അവരെ സഹായിക്കാൻ അല്ലാഹു തയ്യാറുണ്ടായിരിക്കെ വിശ്വാസികൾ അല്ലാഹുവിൽ തന്നെ ഭരമേൽപ്പിക്കേണ്ടതാകുന്നു. ബനു ഹാരിസ കുടുംബവും ബനു സൽമ കുടുംബവുമാണിവിടെ 2 കൂട്ടർ എന്നതുകൊണ്ട് വിവക്ഷ. അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് സുലൂലും പാർട്ടിയും വിട്ടുപോയതോടെ അവരുടെ മനോധൈര്യം തകർന്നുപോയി. وَلَقَدْ نَصَرَكُمُ اللَّهُ بِبَدْرٍ وَأَنْتُمْ أَذِلَّةٌ فَاتَّقُوا اللَّهَ لَعَلَّكُمْ تَشْكُرُونَ. അതിനു മുമ്പ് ബദറിലും അല്ലാഹു നിങ്ങളെ തുണച്ചിട്ടുണ്ടല്ലോ. അന്ന് നിങ്ങൾ തീരെ ദുർബലരായിരുന്നു. അതിനാൽ അല്ലാഹുവിനോട് ഭക്തിയുള്ളവരായിരിക്കുവിൻ. അതുവഴി നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم ب3,000 من الملائكة منزلين. നീ വിശ്വാസികളോട് പറഞ്ഞതോർക്കുക. നിങ്ങളുടെ നാഥൻ 3000 മലക്കുകളെ ഇറക്കി സഹായിക്കുന്നത് നിങ്ങൾക്ക് മതിയാകുന്നില്ലയോ? ശത്രുപക്ഷത്ത് സായുധരായ 3000 ഭടന്മാർ. മുസ്ലിം പക്ഷത്താവട്ടെ 1000 പേരുണ്ടായിരുന്നതിൽ 300 പേർ പിരിഞ്ഞു പോവുകയും ചെയ്തു. തദവസരം മുസ്ലിങ്ങളുടെ ഹൃദയം തകർന്നു പോകുമെന്നായപ്പോഴാണ് തിരുമേനി ഈ വാക്കുകൾ പറഞ്ഞത്. بلى إن تصبروا وتتقوا ويأتوكم من فورهم هذا يمددكم ربكم ب5,000 من الملائكة مسومين. നിസ്സംശയം സഹനം അവലംബിക്കുകയും അല്ലാഹുവിനെ സൂക്ഷിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ശത്രുക്കളുടെ ആക്രമണമുണ്ടാകുന്ന ക്ഷണത്തിൽ തന്നെ നിങ്ങളുടെ നാഥൻ ഇതാ അടയാളമുള്ള 5000 മലക്കുകളാൽ നിങ്ങളെ സഹായിക്കുന്നതാകുന്നു. وما جعله الله إلا بشرى لكم ولتطمئن قلوبكم به وما النصر إلا من عند الله العزيز الحكيم. ഈ വാർത്ത നിങ്ങൾ സന്തുഷ്ടരാകാനും മനോധൈര്യം നേടാനും വേണ്ടിയാകുന്നു അറിയിച്ചത്. വിജയവും സഹായവുമെല്ലാം അജയ്യനും അഭിജ്ഞനുമായ അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമുള്ളതാകുന്നു. ليقطع طرفا من الذين كفروا أو يكبتهم فينقلبوا خائبين. സത്യനിഷേധികളുടെ ചിറകരിഞ്ഞുകളയുന്നതിന് അല്ലെങ്കിൽ അവരെ ആശയറ്റ് പിന്തിരിയുമാറ് അടിച്ചൊതുക്കുന്നതിനു വേണ്ടിയത്രേ അവൻ നിങ്ങൾക്ക് ഈ സഹായം നൽകുന്നത്. ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون.
പ്രവാചക, വിധി കൽപ്പിക്കുന്നതിൽ നിനക്ക് ഒരു പങ്കുമില്ല. അവർക്ക് മാപ്പ് നൽകുകയോ ശിക്ഷിക്കുകയോ ചെയ്യുക അല്ലാഹുവിന്റെ അധികാരമാകുന്നു. അവർ അധർമ്മികളാണല്ലോ. وَلِلَّهِ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ يَغْفِرُ لِمَن يَشَاءُ وَيُعَذِّبُ مَن يَشَاءُ وَاللَّهُ غَفُورٌ رَّحِيمٌ. വാനഭുവനങ്ങളിലുള്ളതിനൊക്കെയും ഉടമയായവനാകുന്നു അല്ലാഹു. അവൻ ഇച്ഛിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നു, ഇച്ഛിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അല്ലാഹു ഏറെ മാപ്പരുളുന്നവനും ദയാപരനുമല്ലോ. നബി തിരുമേനിക്ക് പരിക്കുപറ്റിയ സന്ദർഭത്തിൽ തിരുമേനിയുടെ നാവിൽ നിന്ന് അവിശ്വാസികൾക്കെതിരിൽ ശാപപ്രാർത്ഥന വന്നുപോയി. അവിടുന്ന് പറഞ്ഞു, തങ്ങളുടെ പ്രവാചകനെ പരിക്കേൽപ്പിച്ച ഒരു ജനതയ്ക്ക് എങ്ങനെ മോക്ഷം സിദ്ധിക്കാനാണ്? ഇതിനുള്ള മറുപടിയാണ് തൊട്ടു മുമ്പുള്ള സൂക്തവും ഈ സൂക്തവും. يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم تفلحون. അല്ലയോ വിശ്വസിച്ചവരെ, ഈ കുമിഞ്ഞുകൂടുന്ന പലിശ തിന്നുന്നത് ഉപേക്ഷിക്കുവിൻ. അല്ലാഹുവിനെ ഭയപ്പെടുവിൻ, നിങ്ങൾ വിജയം വരിച്ചേക്കാം. ഉഹുദിൽ മുസ്ലിങ്ങൾക്കുണ്ടായ പരാജയത്തിന് പ്രധാന കാരണം അവർ വിജയിക്കാനെടുത്തപ്പോൾ ധനമോഹത്തിനടിപ്പെട്ട് കർത്തവ്യം മറന്ന് യുദ്ധം മുതൽ ശേഖരിക്കുന്നതിൽ ശ്രദ്ധ പതിച്ചതായിരുന്നു. അതിനാൽ അല്ലാഹു ഈ ന്യൂനത പരിഹരിക്കാനായി ധനപൂജയുടെ ഉറവിടത്തിന് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ധനപൂജയുടെ പ്രകടമായ ഒരു രൂപമാണ് പലിശ സമ്പ്രദായം. രാവും പകലും വരുമാനത്തിന്റെ വളർച്ച എണ്ണിക്കണക്കാക്കുന്ന പലിശക്കാരന്റെ അന്തരംഗത്തിൽ പണക്കൊതി അതിരില്ലാതെ വളരുക സ്വാഭാവികമാണ്.